ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് റിയാദിലെ ഒരു ഹെറിറ്റേജ് കാണാനാണ്. അപ്പൊ റിയാദിലെ സൗദി അറേബ്യയുടെ തലസ്ഥാനം അല്ലെ, ചരിത്രപരമായ സ്മാരകങ്ങളും സാംസ്കാരികമായ ദൃശ്യങ്ങളുമായി സമൃദ്ധമായ ഒരിടം. ഇന്നത്തെ ഈ മനോഹരമായ യാത്ര നമ്മൾ എത്തുന്നത് ഈ റിയാദ് ഹെറിറ്റേജിലേക്കാണ്. അൽ ബുർ അൽ ബുജൈറി ടെറസ്. അപ്പൊ നമുക്ക് അൽ ബുജൈറി ടെറസിലെ കാഴ്ചകൾ കാണാം അല്ലെ. ഓരോ കോണിലും പൈതൃകത്തിന്റെ മനോഹരമായ പൊരുളുകളും പുതിയ വസ്തുക്കളും സംസ്കാരങ്ങളും നമ്മളെ ആകർഷിക്കുന്നുണ്ട്. കടന്നുപോയ ഒരു കാലഘട്ടം, സാംസ്കാരിക അടയാളങ്ങൾ എല്ലാം തന്നെ നമ്മൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് അൽ തുറൈഫ് ഹെറിറ്റേജ് സൈറ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്പോട്ടാണ്. പഴയ നജദി ആർക്കിടെക്ചറിനെയും മോഡേൺ ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് അനുഭവങ്ങളെയും ഒത്തുചേർത്തുള്ള ഒരിടമാണ് ബുജൈറി ടെറസ്. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നല്ല പച്ചിപ്പും മനോഹരമായ പ്രകൃതി തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞു. ആദ്യം കുറച്ചു നേരം ഞങ്ങൾ പാർക്കിംഗ് തപ്പി ശരിക്കൊന്ന് കറങ്ങിയിരുന്നു. കുറേ കറങ്ങിയതിന് ശേഷമാണ് പാർക്കിംഗ് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഓരോ യാത്രകളും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൗദിയിൽ ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ഇവിടേക്കുള്ള യാത്ര പുറപ്പെട്ടത് ഒട്ടും പ്ലാനിങ് ഇല്ലാതെയായിരുന്നേ. എന്താണ് ഇത്രയും നടക്കാനുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. കുറച്ച് നടക്കണമെന്നറിയാം, എന്നാൽ ഒരുപാട് നടക്കാനുണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴികൾ ഫുള്ള് ഭയങ്കര മനോഹരം തന്നെയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു പാർക്ക് പോലെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ വഴിയാണ് കയറി റോഡ് ക്രോസ് ചെയ്ത് വേണം ടെറസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹെറിറ്റേജ് കാണാനുള്ള ആഗ്രഹത്താൽ നല്ല കിളിക്കൊഞ്ചലൊക്കെ കേട്ട് പതിയെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്ന്. ചുറ്റിനും നല്ല കിളിക്കൊഞ്ചലുകളായിരുന്നു. ഇവിടെ വന്ന് ഒരു 5-10 മിനിറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് ആരും വിചാരിക്കല്ലേ. വന്നാൽ ഒരു 1 hour 2 hour എങ്കിലും കുറഞ്ഞതെടുക്കും ഇതിന് ഫുള്ള് കാഴ്ചകൾ കണ്ടു തീരാനായിട്ട്. നമ്മൾ ഇതുവരെ അകത്തേക്ക് കയറിയിട്ടില്ല. നമ്മളിപ്പം പാർക്കിംഗ് ഏരിയ തപ്പി പോയതാണ്. കുറച്ചൊന്ന് ചുറ്റിയതിന് ശേഷമാണ് നമുക്ക് ഈ പാർക്കിംഗ് ഏരിയ കിട്ടിയത് തന്നെ. ഫെമിലിയർ ബ്രാൻഡുകളും കഫേകളുമുള്ള ഒരു ക്ലാസി ആംബിയൻസും ഇവിടെ അനുഭവിക്കാനാകും. അൽ ബുജൈറി ടെറസിൽ കുട്ടികൾക്കും ഒരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും സൗദിയുടെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഫുഡീസ് ഒക്കെ ആയിട്ട് ലക്ഷറി റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവിടെയുണ്ട്. ഞങ്ങൾ ചെന്ന ടൈമിൽ ഇവിടെ ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. ജസ്റ്റ് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്കാൻ ചെയ്തിട്ട് എന്തോ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് എന്തോ ചെയ്താൽ മതിയായിരുന്നു. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അല്ലാതെ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഉണ്ട് അവിടെ. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുക എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നല്ല ഒരു പാർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനും കുട്ടികളൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു പ്ലേസാണ്. നമുക്കിവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റും. ഇവിടെ വന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും നടക്കാനുണ്ടെന്നേ. ഫസ്റ്റ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതാണോ എന്നാ വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് ഇവിടെല്ല, ഇത് റോഡ് ക്രോസ് ചെയ്തിട്ട് പോകണം എന്നുള്ളത്. അപ്പൊ കുറച്ച് നിറയെ നടക്കാനുണ്ടായിരുന്നു. കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചേറെ തന്നെ നടക്കാനുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഹാഫ് ആൻ അവറിലൊക്കെ എല്ലാം കണ്ടു തീർക്കാൻ പറ്റുമെന്നായിരുന്നു. വിചാരിച്ചതുപോലെയല്ലായിരുന്നു. പക്ഷെ കണ്ട ഓരോ കാഴ്ചകളും ഭയങ്കര ഭംഗിയും ഒരു പുത്തൻ അറിവുകൾ നൽകിയതും ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കാഴ്ചകൾ കാണാൻ. ഇനി നാട്ടിലെ വെക്കേഷനൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ സൗദിയിൽ വന്ന് ആദ്യം പോയ സ്ഥലമാണ് അൽ ബുജൈറി ടെറസ്. അപ്പം മനു QR കോഡ് സ്കാൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുവാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം ഞാനും കൂടി ഇവിടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കണുണ്ട്. നല്ല രസമാണ്, നല്ല പച്ചിപ്പാണ്. 2 സൈഡിലും നിറയെ പച്ചിപ്പൊക്കെ ആയിട്ടുള്ള ഒരു പാർക്ക്. ഭയങ്കര ഭംഗി, നിറയെ പനന്തോട്ടങ്ങൾ. നമ്മൾക്കൊരു പുത്തൻ കാഴ്ച അനുഭവങ്ങളാണ്.
കല്യാണിയാണെങ്കിൽ നടക്കാൻ കുറച്ച് മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നടക്കാനുണ്ടെന്ന്. ഇവിടെ തന്നെ നിറയെ നടക്കാനുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്ത് വേണം നമുക്ക് ബുജേറി ടെറസ് കാണാൻ പോകാൻ. അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ഫ്രീ ടിക്കറ്റ് എടുക്കണമല്ലോ. അതിനുള്ള ഇതിലാണ് മനു. നിറയെ ഒരു ഭയങ്കര ഭംഗിയുള്ളത്. ഇനി ഞാൻ ബുജേറി ടെറസിലെ കാഴ്ചകൾ കാണാവേ. ഇവിടെ കിടന്ന് കൂടുതൽ അങ്ങ് വട്ടം കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ആദ്യം എത്തുമ്പോൾ തന്നെ കുറേ നിർമ്മിതികൾ, പുരാതന ശൈലിയിലുള്ള ഡോറുകളും ഒക്കെ കാണാൻ കഴിയും. പിന്നെ കുറേ ഷോപ്പുകളാണ് അകത്ത് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് നമ്മൾ കുറേ സഞ്ചരിക്കുമ്പോഴാണ് പഴയ സൗദിയിലെ നിർമ്മിതികൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ പുതിയ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലാണ് നമുക്ക് ഇതിനുള്ളിൽ കിട്ടുന്നത്. ഈ ബിൽഡിങ്ങുകളെല്ലാം മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ്. നല്ല ചൂട് സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയതെങ്കിലും ഈ ബിൽഡിങ്ങിന്, അതായത് പഴയ നിർമ്മിതികൾക്കുള്ളിലേക്കൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ തണുപ്പാണ് ഫീൽ ചെയ്യുക. 2022 ഡിസംബർ 4 ഈ മനോഹരമായ ഇടം പൊതുജനങ്ങൾക്കായി തുറന്നത്. നജ്ദി ശൈലിയിലുള്ള മൺചുമരുകളും വാതിലുകളും എല്ലാം പഴമ നിലനിർത്തുന്നുണ്ട്. പഴയ സൗദി നിർമ്മിതികൾ, അതായത് സൗദിയിലെ പഴയ വീടുകള്, പിന്നെ വീടുകൾ പോലുള്ള അലികൾ, അടുക്കളകള്, നടക്കാനായിട്ടുള്ള ചെറിയ വഴികള്, ഇതെല്ലാം നമ്മൾക്ക് ബുജേറി ടെറസിനകത്ത് കയറി കഴിയുമ്പോൾ കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ്. ഇവിടെ ഇത്രയും മനോഹരമാണെങ്കിൽ ബുജേറി ടെറസ് എത്രമാത്രം മനോഹരമാണെന്ന് ഊഹിക്കാമല്ലോ. ഇനി മുതൽ നമ്മൾ ഇവിടുന്ന് കാണുന്ന ഓരോ കാഴ്ചകളും നമുക്ക് പുതുമയേറിയതാണ്. പഴയ സൗദി നിർമ്മിതികളും പഴയ സൗദിയിലെ വീടുകളുടെ നിർമ്മാണ ശൈലിയും അടുക്കളകളും അലികളും എല്ലാം നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഈ നജ്ദി ശൈലിയിലുള്ള മൺചുമരുകളും പിന്നെ പഴമ നിലനിർത്തുന്ന വാതിലുകളും ഒക്കെയാണ് ഇവിടെ ഉള്ള ഡിസൈനുകൾ ഫുള്ള്. പിന്നെ ഇവിടെ ആദ്യം പറഞ്ഞില്ലേ, നിറയെ ടോപ്പ് ബ്രാൻഡുകളുടെ ഷോപ്പുകളൊക്കെ ഇതിനകത്ത് നിറയെ ഉണ്ട്. പഴയകാല സൗദി നിർമ്മിതികളെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോട് ചേർത്ത് തന്നെ, എന്നാൽ ഒട്ടും പഴമ നഷ്ടമാകാതെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ 20-ൽ അധികം പ്രസിദ്ധമായ റെസ്റ്റോറന്റുകളുണ്ട്. ഫ്രഞ്ച് റെസ്റ്റോറന്റ് മുതൽ ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ വരെ ഇവിടെയുണ്ട്. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പൊ വന്ന് വേഗം കണ്ടുപോകാമെന്ന് കരുതി ആരും വരല്ലേ. ഒരുപാട് നടക്കാനുണ്ട്. നടന്നു തന്നെ ഓരോ കാഴ്ചകളും ആസ്വദിക്കണം. അപ്പോൾ അൽ ബുജൈരി ടെറസില് ഭക്ഷണത്തിനൊപ്പം ലൈവ് സംഗീതങ്ങളും കലാപ്രദർശനങ്ങളും നൃത്തശില്പങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട്. പ്രധാനമായും ഈദ്, നാഷണൽ ഡേ, സീസൺ എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതെല്ലാം കൂടുതൽ ഹൈലൈറ്റ് ആകാറുണ്ട്. പുതുമയായി തോന്നുന്ന ഓരോ വഴികളിലൂടെയും ഞാനും കല്യാണിയും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ റെസ്റ്റോറൻറ്റുകളുടെ സ്പേസുകളാണേ. അപ്പോൾ ഞങ്ങൾക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കല്യാണിക്കുട്ടി നടന്ന് കുറച്ചൊക്കെ ക്ഷീണിച്ചതിന്റെ വാശികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച്. കാരണം ഇനി ഒരുപാട് നടക്കാനുണ്ടേ. ഇവിടുത്തൊന്നും ഒന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് ദൂരം നടന്ന് ഒരുപാട് പഴയ സൗദി നിർമ്മിതികളും നജ്ദി ആർട്ടും ഒക്കെ കാണണമല്ലോ. അപ്പോൾ ഒന്ന് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും കല്യാണിയും കുറച്ചു നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്കൊരു നേരെ കുറേ നടക്കാനുണ്ട്. ഇനി ഇവിടുന്ന് നീങ്ങി കുറേ നടന്നാൽ മാത്രമേ പഴയ സൗദി നിർമ്മിതികളും പഴയ സൗദി എങ്ങനെയായിരുന്നു എന്നുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അധികം നേരം ഇരുന്ന് ക്ഷീണം തീർത്താലേ സമയം ഒരുപാടങ്ങ് പോകും. അപ്പൊ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് മൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം.
ഇവിടുന്ന് നടന്ന് ടെറസിലേക്ക് പോകുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ആദ്യമായി കാണുന്ന കാഴ്ചകളാണ് അതെല്ലാം എന്നും ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചകളാണെന്നും പഴയ സൗദി നിർമ്മിതികളാണെന്നും അത് ഇത്രയും മനോഹരമാകുമെന്നും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഞാന് ഈ യാത്രയിൽ ഇവിടെ കണ്ടപ്പോഴേ വിചാരിച്ചിരുന്നു ഇതുപോലെ ഉള്ളത് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കാണുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ കാണുന്ന ആ ആർക്കിടെക്ചർ സ്റ്റൈലി ആയിരിക്കും ഇനി അങ്ങോട്ടും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ പ്രതീക്ഷയെല്ലാം മാറ്റിമറിച്ച് പഴയ ആ ഒരു നിർമ്മിതികള് ഭയങ്കര മനോഹരമായിട്ട് തന്നെ അവിടെ എന്താ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈദ്, നാഷണൽ ഡേ, ദിറിയ സീസൺ എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടെ കൂടുതൽ ഹൈലൈറ്റ് ആകാറുണ്ട്. അതായത് നൃത്തശില്പങ്ങള്, സാംസ്കാരിക ആഘോഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നിറയെ കലാപ്രദർശനങ്ങൾ ഇവിടെ അരങ്ങേറാറുണ്ട്. എന്തിന് ലൈവ് സംഗീതം വരെയുണ്ട്. ഒരുപാട് ഇനി നടക്കാനുണ്ട്. നമ്മൾ ഒരുപാട് നടക്കുകയും ചെയ്ത് കല്യാണിക്കുട്ടി കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ട് അച്ഛനെയും കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ഈ നടക്കുന്ന വഴികളിൽ നല്ല സുഗന്ധമാണ്. അപ്പോൾ ആ സുഗന്ധം എവിടെ നിന്നാണെന്നാണ് നോക്കിയത്. അപ്പോൾ അവിടെ ഊതും സുഗന്ധങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയായിരുന്നു, നടന്ന് ക്ഷീണിച്ചാല് വെള്ളത്തിന് ഒട്ടും ക്ഷാമമില്ല. മിനറൽ വാട്ടർ കുപ്പിയിൽ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വെയിറ്റിംഗ് റൂമുകളിൽ. നിറയെ നേരം നടന്ന് കല്യാണിയും ഞങ്ങളും നന്നായിട്ട് ക്ഷീണിച്ചു. അങ്ങനെ ഇടയ്ക്ക് കുറച്ചു നേരമൊക്കെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടെറസില് ഇരുട്ടാകുന്നതിന് മുമ്പ് കയറി കാഴ്ചകളെല്ലാം കാണണമല്ലോ. അപ്പോൾ അധികം നേരം ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാൻ തീരെയില്ലായിരുന്നു. എത്ര നടന്നിട്ടും അങ്ങോട്ട് തീരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നേ. നമ്മൾ നടന്നിട്ടും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല, ടെറസിലേ. അപ്പോൾ അവിടേക്കുള്ള ദൂരമാണ് ഈ കിടക്കുന്നത് ഫുള്ള്. ഇനി അവിടെ ചെന്നാലും കുറേ ഉണ്ട് നടക്കാന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു അരമണിക്കൂറിലോ 15 മിനിറ്റിലോ ഒക്കെ കണ്ട് തീരുമെന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 1.5-2 മണിക്കൂറോളം ഉണ്ട് ഇതിനുള്ളിൽ നടന്ന് കാഴ്ചകൾ കാണാന്. അങ്ങ് കാണുന്നതാണ് ടെറസ്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഇവിടുന്ന് വേണം നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും നടന്ന് ക്ഷീണിച്ചവർക്ക് അവിടെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്. അവിടെ തണുത്ത വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും വെള്ളം കുടിച്ചിട്ട് പോകാനും ഒക്കെ പറ്റും. നമ്മൾ ആദ്യം കയറിയില്ല, പക്ഷെ കാഴ്ചകളെല്ലാം കണ്ടു വന്നതിന് ശേഷം ഞങ്ങൾ ആ വെയിറ്റിംഗ് റൂമിൽ കയറി ഒന്ന് റെസ്റ്റ് എടുത്തിരുന്നു. നല്ല ചൂടാണല്ലോ, അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴാണ് നിറയെ മിനറൽ വാട്ടറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ടാണ്. കല്യാണി നല്ല ടയേർഡായെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട്. ശരിക്കും ഇവിടെ കുറച്ച് തണുപ്പ് സമയത്ത് വരുന്നത് നല്ലതില്ലേ? ആ കല്യാണി പരാതി പറഞ്ഞു തുടങ്ങി, എന്നെ ചൂട് കൊള്ളിക്കാനാണോ ഇങ്ങോട്ട് വന്നത്, എനിക്ക് ചൂട് വേണ്ട, തണുപ്പ് മതി എന്നൊക്കെ. ഇവിടെ ഒരു മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ മാപ്പ് നോക്കി മനസ്സിലാക്കാനും പറ്റും. കുറച്ചു നേരം കേൾക്കാതിരുന്ന ആ കിളിനാദം വീണ്ടും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ കല്യാണം? Come on. Yo.
ഇതിനകത്ത് പോകാൻ പറ്റുമോ? ഇത് ഗുഹയാണ്. ഇതിനകത്ത് പോകാൻ പറ്റുമോ? ഇല്ല, താഴെ കുഴിയ. അതുകൊണ്ട് അല്ലേ നമ്മൾക്കിനി ഇതിനുള്ളിലേക്ക് കയറണം. ഇതിനുള്ളിലേക്ക് കയറിയാൽ ചെറിയ വഴികളിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ ചെറിയ വഴികളിലൂടെ നടക്കുമ്പോഴാണ് നമ്മൾക്ക് ഓരോ വീടിൻ്റെ നിർമ്മിതികൾ പോലെ കാണാൻ കഴിയുന്നത്. അതാണ് നജദി ആർക്കിടെക്ചർ ശൈലിയിലുള്ള നിർമ്മിതികളും പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വാതിലുകളും എല്ലാം ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഇനി ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ വാതിലുകളിലും ഓപ്പൺ ചെയ്ത് അകത്തെ കാഴ്ചകൾ കാണാൻ കഴിയും. ഇവിടെ ചില വാതിലുകൾ ക്ലോസ്ഡ് ആണ്, എന്നാൽ ഓപ്പൺ ആയിട്ടുള്ള വാതിലുകളുണ്ട്. അവിടെ കയറിയാൽ നമ്മൾക്ക് ഇവരുടെ പഴയ ഓർണമെന്റ്സ്, കോയിൻസ്, പഴയ നാണയങ്ങൾ, അങ്ങനെ പഴമ ഉള്ള കുറേ ഐറ്റംസ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയും. പണ്ട് ഉപയോഗിച്ചിരുന്ന കുറച്ച് വസ്തുക്കൾ. എനിക്ക് തോന്നുന്നു പണ്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരുന്ന നിർമ്മിതികളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഈ നിർമ്മിതിയെ നജദി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നജദി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ മഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മഡ് കൊണ്ട് നിർമ്മിച്ചിരുന്നത് സൗദി അറേബ്യയിലെ റിയാദിലും കസീം പോലുള്ള ഏരിയയിലുള്ള വീടുകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. നമ്മൾ ഒരു ഡോർ ഓപ്പൺ ആക്കി അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പഴയ വീട് നിർമ്മിതിയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പണ്ടത്തെ ഒരു വീട് നിർമ്മിതി, മഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അതായത് നജദി ആർക്കിടെക്ചർ രീതിയിലുള്ള ഒരു വീട് നിർമ്മിതി. ബീമുകളും വുഡ് കൊണ്ടുള്ള മേൽക്കൂരയും അതിനെ നമ്മുടെ പനയോല കൊണ്ട് മേഞ്ഞ് എടുത്തിരിക്കുന്ന മേൽക്കൂരയും ആയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ നിർമ്മിതി ശൈലിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വേണ്ട പോകണ്ട. വലിയ രീതിയിലുള്ള ഡെക്കറേഷൻ വർക്കുകൾ ഒന്നും തന്നെ ഇല്ലാതെ എത്ര മനോഹരമായിട്ടാണ് രണ്ട് കൊച്ചു ജനലുകൾ പഴമ നിലനിർത്തുന്ന രീതിയിൽ തന്നെ പണിതിരിക്കുന്നത്. മറ്റൊരു ഡോർ ഓപ്പൺ ആക്കിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് നിറയെ പഴയ നാണയ കളക്ഷനുകളാണ്. What is this? It's a dates. Ante dates വെച്ചിരുന്ന തൊടരുത്. പൈസ ഉണ്ടോ പണ്ടത്തെ? ഓൾഡ് കോയിൻസ്. ഇതവരുടെ ബാഗ് സഞ്ചി. ഇതെന്ത് സംഭവം?
വാതിലുകൾ തുറക്കുമ്പോഴും ഓരോരോ കാഴ്ചകളാണ്. ദേ അടുത്ത വാതിൽ തുറന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് പഴയ ഓർണമെന്റ്സ് കളക്ഷൻ. പിന്നെ അതിന് മുന്നേ ഒരു വാതിൽ തുറന്നപ്പോഴായിരുന്നു പണ്ടത്തെ ഡേറ്റ്സ് സൂക്ഷിച്ചിരുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടത്. അപ്പോൾ ഇതാ പഴയ ഓർണമെന്റ്സ് കളക്ഷൻ കണ്ടോ, മുത്തുകൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ആയിട്ടുള്ള എന്തോരം മനോഹരമായിട്ടാണ് ഇതൊക്കെ അന്ന് നിർമ്മിച്ചിരുന്നത് അല്ലേ. ഈ മാലകൾ മാത്രമല്ല, ഈ മാലകൾ സൂക്ഷിച്ചിരുന്ന നമ്മുടെ ആമാടപ്പെട്ടി എന്ന് പറയില്ലേ, അതും ദാ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇവിടെയുണ്ട്. പിന്നെ ആ എഴുതിയിരിക്കുന്ന വിവരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോരാനായിട്ട് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ കാണുന്നതാ കുഞ്ഞു കുഞ്ഞു മൺകുടങ്ങളാണ്. ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മഡ് അല്ലേ. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള നിർമ്മിതികളുണ്ടല്ലോ, പഴയ ത്രാസ്, ഇതുപോലെയുള്ള പല കാഴ്ചകളും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. ഇതൊന്നുമല്ല, ഇനി നമ്മൾ കുറച്ച് പോകുമ്പോഴത്തേക്ക് പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഇതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ആടും മറ്റേ ഒട്ടകമല്ലേ. Very good. That is. شفت الأعمدة كيف كانوا؟ شفت هالصور الأعمدة كيف كانوا؟ ഇവിടെ കയറിയപ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും, ഒരു പഴയ സൗദി വീട്ടിലേക്ക് കയറിയ ഒരു ഫീല്. അതായത് കിച്ചൻ്റെ ഒരു ഫീലിങ്ങും എന്താ പറയുക, ഒരു ലിവിങ് ഏരിയ, കിച്ചണ്, അവരുടെ ലിവിങ് ഏരിയ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു സ്പേസായിട്ട് നന്നായിട്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മഡ് കൊണ്ടുള്ള നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഒട്ടും ചൂട് ഫീൽ ചെയ്യില്ല. പ്രകൃതിയെ ഇണങ്ങിക്കൊണ്ട് തന്നെയുള്ള നിർമ്മിതി, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിർമ്മിതിയായിരുന്നു പണ്ട് സൗദിയിലെ
നിർമ്മിതികൾ. Just go another one. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒന്ന് തന്നെയാണ് സീലിംഗ്. തടി കൊണ്ടുള്ള ബീമുകൾ കൊടുത്തിട്ട് അതിന് മുകളിൽ പനയോല കൊണ്ട് നെയ്തിട്ടുള്ള സീലിങ്ങുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. هذا ما وقف وحبس وأبد العبد الفقير إلى الله سبحانه. الحاج صبيح عتيق ربه حيطانه في عكل على بئر الغطفة، ولهن من الماء 3 الغطفة بحدودهن وحقوقهن ونمائهن، وكل حق هو لهن داخل فيهن أو خارج عنهن. Toilets. Most kind of. Why? You are eating. It's closed. Door is closed. Another door found. കല്യാണി നേരത്തെ നടന്നു ക്ഷീണിച്ചു എന്നാ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കല്യാണിക്ക് ആവേശമാണ് ഓരോ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട്. അതിനുള്ള ആവേശത്തിലും ധൃതിയിലുമാണ് ആളി ഓടുന്നത്. എങ്ങനെയുണ്ട് ഈ ട്രിപ്പ്? ഇഷ്ടപ്പെട്ടോ? യെസ്. എന്നോട് പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു പഴമ നിലനിർത്തുന്ന കാഴ്ചകൾ. അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കിയോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നിർമ്മിതിയിലാണെങ്കിലും പഴയ പുരാവസ്തുക്കളിലാണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അതിനായിട്ട് എത്ര ദൂരം നടന്നാലും എനിക്ക് ക്ഷീണം തോന്നില്ലെന്നേ. കടന്നുപോയ ഒരു കാലഘട്ടം, സാംസ്കാരിക അടയാളങ്ങൾ എല്ലാം നമ്മൾക്ക് ഇവിടെ അനുഭവപ്പെടും. അങ്ങനെയുള്ള കാഴ്ചകൾക്ക് കുറച്ച് മധുരം കൂടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ബോറടിപ്പിക്കാതെ അൽബുജേരി ടെറസിലെ വിശേഷങ്ങൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ മൊത്തമായിട്ട് അവസാനിക്കുന്നില്ല, അടുത്ത പാർട്ടായിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് വേഗം തന്നെ കാണാം. എന്നാൽ ശരി, ഓക്കെ, ബൈ. मैं आई वो